ബയോളജിക്കാർക്ക് 8ന്റെ പണിയാ കിട്ടിയതെങ്കിൽ CS-കാർക്ക് 16ന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എക്സാം ടൈം ടേബിൾ ഒരു പണി തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് അതുകൊണ്ട് CS മക്കൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഇങ്ങനെയാണെങ്കിൽ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈഗൻ ലേണിംഗ്. ഇറ്റ്സ് മീ ഫാസിൽ. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു. എല്ലാവരും പഠനത്തിന്റെ ആ ഒരു ചൂടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ബയോളജി വേഴ്സസ് CS. ഇവിടെ രണ്ടുപേർക്കും പണി കിട്ടിയിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് CS-കാർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത്. എന്താണല്ലേ, നമ്മുടെ ബയോളജിക്കാർക്ക് 8ന്റെ പണിയാ കിട്ടിയത് എങ്കിൽ CS-കാർക്ക് 16ന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടൈം ടേബിൾ വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ 9-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 18-ാം തീയതി വരെയാണ് +2 എക്സാം ഉള്ളത്. അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ടൈം ടേബിൾ നമ്മൾ കണ്ടു. ഇത് നമ്മളൊന്ന് അറുത്ത് മുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ബയോളജി വേഴ്സസ് CS, നമ്മുടെ ബയോളജി സയൻസ് പഠിക്കുന്ന മക്കൾക്ക് ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ കോർ സബ്ജക്ട് പിന്നെ ഏതാ വരുന്നത്? മാത്തമാറ്റിക്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ഒരുപാട് പേർക്ക് ടഫ് ഉള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ് മാത്തമാറ്റിക്സ്. അവർക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ ഒരു 10-ാം തീയതി പഠിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ദെൻ പിന്നെ മാത്സ്, പിന്നെ കെമിസ്ട്രി, ദെൻ പിന്നെ 3 ദിവസം ഓഫ് ഡേ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കോർ സബ്ജക്ട് ബയോളജി ഉള്ളത്. അത് കഴിഞ്ഞ ലാംഗ്വേജും പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സും കെമിസ്ട്രിയും പഠിക്കാൻ എന്തില്ല, മാത്സിന്റെയും കെമിസ്ട്രിന്റെയും ഇടയ്ക്ക് കെമിസ്ട്രി പഠിക്കാനുള്ള ഗ്യാപ്പ് നിങ്ങൾക്കില്ല. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മക്കൾ CS-കാർക്ക് വളരെ കഷ്ടപ്പാടാണ്. അതാണ് ഞാൻ 16ന്റെ പണി എന്ന് പറയാൻ കാരണം. നിങ്ങളൊന്ന് നോക്കൂ മക്കളെ, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ഒരുമിച്ചാണ്. നമ്മുടെ കോർ സബ്ജക്റ്റുകളെല്ലാം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല. 9-ാം തീയതി ഫിസിക്സ്, 10-ാം തീയതി തന്നെ CS-ന്റെ എക്സാം, ആൻഡ് 11-ാം തീയതി മാത്തമാറ്റിക്സ്, ആൻഡ് 12-ാം തീയതി കെമിസ്ട്രി. ഇതാ കണ്ടോ. അപ്പോൾ CS-കാർക്ക് ഈ ഒരു എക്സാം ടൈം ടേബിൾ ഒരു പണി തന്നെയാണ്. അപ്പോൾ അവർ ഈ ഒരു വരുന്ന ദിവസം പഠിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കണ്ടോ, അത് കഴിഞ്ഞാൽ അവർക്ക് 4 ദിവസം ഓഫ് ഉണ്ട്. പക്ഷേ 4 ദിവസം ഓഫ് കഴിഞ്ഞാൽ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ലാംഗ്വേജും ആണ് പഠിക്കേണ്ടത്. നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റുകളെല്ലാം ആ ഒരു 4 ദിവസം അടുപ്പിച്ച് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. ഇവിടെ ബയോളജിക്കാർ അങ്ങനെയല്ല. അതിൻ്റെ ഇടയ്ക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ അവർക്ക് ഒരു 1 ഡേ കിട്ടുന്നുണ്ട്. അന്നാണ് നമ്മുടെ CS-ന്റെ എക്സാം. അതുകൊണ്ട് 1 ഡേ ഓഫാണ് അവർക്ക്. കണ്ടോ, പിന്നെ ബയോളജി എക്സാം വരുന്നത് 16-ാം തീയതിയാണ്. അതുകൊണ്ട് ബയോളജി പഠിക്കാൻ അവർക്ക് 3 ദിവസം യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വേറെ, ബയോളജി സയൻസ് വേറെ അല്ല, എല്ലാവർക്കും ഒരേ പെർസെൻറ്റേജ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ എങ്ങനെയാവാം അല്ലെ? ഇതുപോലത്തെ പണിയൊക്കെ കിട്ടിയാൽ നമ്മൾ പെടും. അപ്പോൾ മക്കളെ, ഈ ഒരു ഉള്ള സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ക്രിസ്മസ് എക്സാമോ നമുക്ക് ഇങ്ങനെ ആയിപ്പോയി, ഇനി നമ്മൾ ഇതിനെ തരണം ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങിക്കുക അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ട് CS മക്കൾ എന്ത് ചെയ്യണം? ഈ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കണം. ഇനി വരും ഒരു 10 ദിവസം കൂടെ ഉണ്ട് നമ്മുടെ എക്സാമിലേക്ക്. അപ്പോൾ ആ എക്സാം പഠിക്കാൻ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ദെൻ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന മക്കൾക്ക് നമുക്ക് ഓൾറെഡി അറിയാം വെയിറ്റേജ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 10 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഓണം എക്സാമിന് വന്നിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ക്രിസ്മസ് എക്സാമിന് ഇത്രയാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരുള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. അതുപോലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന 3-ാമത്തെ ചാപ്റ്ററിന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് വെബ് ടെക്നോളജി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. വെബ് ടെക്നോളജി എത്ര മാർക്കിനാ? 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ആൻഡ് നെക്സ്റ്റ് വെബ് ഡിസൈനിങ് യൂസിങ് HTML 5-ാമത്തെ ചാപ്റ്ററിന് 11 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ദെൻ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റിന് 9 മാർക്ക്. അതായത് എന്തു മനസ്സിലായി? വെബ്
സൈറ്റ് വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിനൊക്കെ വെയിറ്റേജ് കൂടുതലാണ്. ആൻഡ് ഓൾസോ വെബ് ഹോസ്റ്റിംഗ് 6 മാർക്കിനാണ്. ആൻഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMSന് 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഉള്ള സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മാത്രമല്ല 9-ാം തീയതി 2 പേർക്കും ഫിസിക്സ് ആണ്. സോ ഫിസിക്സിന് ടൈം കണ്ടെത്തണം. നമുക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ മൊത്തം ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കരുത്, ബാക്കി സബ്ജക്റ്റ് പഠിച്ചിരിക്കരുത്. തലേന്ന് നോക്കിയാൽ ചിലപ്പോൾ ഫിസിക്സ് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഇതാണ് മക്കളെ ബയോളജിക്കാരുടെ ടൈം ടേബിൾ, ഇതാണ് CS-കാരുടെ ടൈം ടേബിൾ. നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പാരിറ്റീവ്ലി പെട്ട് കിടക്കുന്നത് നമ്മുടെ CS-കാരാണ് എന്ന് കരുതി ബയോളജിക്കാർ പെട്ടിട്ടില്ല എന്നല്ല. അവർക്കും ഇവിടെ അടുപ്പിച്ചാണ് എക്സാം ഉള്ളത്. പഠിക്കാനും ടൈം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ബയോളജിക്കാർക്ക് 8-ന്റെ പണിയാണ് കിട്ടിയതെങ്കിൽ CS-കാർക്ക് 16-ന്റെ പണിയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. ഇനി അങ്ങോട്ട് നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇനി എക്സാം മൂഡിലാണ്. സോ എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. ഏകൻ്റെ ചാനലിൽ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം. ഷുവറായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഏകൻ്റെ ഉറപ്പാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വരും കാര്യങ്ങളൊക്കെ കുറിച്ചും വരും ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഓരോ സബ്ജക്റ്റിന്റെ കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ലൈവുകളായിട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.